ഹലോ നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. LPST റാങ്ക് ലിസ്റ്റിലെ കഴിഞ്ഞ ലിസ്റ്റിലെ എത്താണ്ട് നിയമന നില, കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ നിയമന നില നമ്മൾ സംസാരിച്ചു. അതുപോലെ LPSTയിലെ ഏറ്റവും പുതിയ അഡ്വൈസ് ഡീറ്റെയിൽസ് സംസാരിച്ചു, ഡിവിഷൻ ഫോളിൻ്റെ ഡീറ്റെയിൽസ് സംസാരിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാധ്യതകൾ നമ്മൾ സംസാരിച്ചു. ഏതാനും ജില്ലയിലെ ചില കാറ്റഗറികളിൽ സംസാരിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക, ഓരോ ലക്കങ്ങളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായി, മുമ്പ് DD ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയിലായിരുന്നു കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. മലപ്പുറം ജില്ലയിൽ ഞാൻ ഡിവിഷൻ ഫോളിൻ്റെ കാര്യങ്ങൾ, റിട്ടയർമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണിത് എങ്കിൽ പോലും 2026, 27, 28 വർഷത്തെ പ്രത്യേകതകളാണ് അത് എടുത്തു പറയുന്നത്. റിട്ടയർമെൻറ്റുകളുടെ വർഷമാണെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. റിട്ടയർമെൻറ്റുകളുടെ വർഷം എന്ന് പറഞ്ഞത് 2026 നല്ല രീതിയിൽ റിട്ടയർമെൻറ്റ് വരാനുണ്ട്, 27 അതിൽ കൂടുതൽ വരാനുണ്ട്, 28 പീക്കിലേക്ക് എത്തും. അത്ര റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരാനുള്ള വർഷങ്ങളാണ് ഇനി വരാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മലപ്പുറം ജില്ലയിലെ കാര്യങ്ങളാണ് ഞങ്ങളന്ന് സംസാരിച്ചത്. ഒരു സംശയവും വേണ്ട, നിങ്ങളൊരു പേടിയും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ റിട്ടയർമെൻറ്റുകൾ മാത്രം പോരാ, കൂട്ടത്തിൽ നമ്മൾ ആ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷനും കൂടി നടക്കാൻ സാധിച്ചാൽ അതൊരു വലിയ രീതിയിലേക്കുള്ള മാറ്റമായിരിക്കും നമ്മുടെ ലിസ്റ്റുകളിൽ നിന്നുണ്ടാവുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത നിയമനങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതായത് റിട്ടയർമെൻറ്റിന് കൂടെ തന്നെ ആ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ നടക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന ഡിവിഷൻ ഫോളൊന്നും നമുക്ക് ചിത്രത്തിലേ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ഈ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ ഒട്ടും പേടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് തോന്നുന്നത്. തുടക്കത്തിൽ ഇപ്പോൾ ഒരു സ്ലോ ഡൗൺ ഉണ്ട്, അതിൽ പലരും വളരെ ഡീമോട്ടിവേറ്റായി നിൽക്കുകയാണ്. അതിൻ്റെ ഒന്നും കാര്യമില്ല. പക്ഷേ നമുക്ക് കുറേ ഡിവിഷൻ ഫോൾ കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ മുമ്പ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ്. അതുമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഘട്ടങ്ങൾ, റിപ്പോർട്ടിങ്, NJD റിപ്പോർട്ടിങ് ഇതൊക്കെ നടക്കും. റിട്ടയർമെൻറ്റ് വേക്കൻസികൾ നല്ല രീതിയിൽ വരാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള ഈ ഒരു സ്ലോ ഡൗൺ, അഡ്വൈസിൽ കാണുന്ന ഈ സ്ലോ ഡൗണൊന്നും നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റ് പല ജില്ലകളുടെയും ഡീറ്റെയിൽസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. മറ്റ് പല ജില്ലയിൽ ഞാൻ സംസാരിച്ച സുഹൃത്ത് അവിടെ ആയിരുന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു മാത്രം. മറ്റ് പല ജില്ലയിലെയും ഡീറ്റെയിൽസ്, റിട്ടയർമെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരുന്ന ഘട്ടത്തിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കാം. ഇന്ന് നമ്മൾ ഏതാനും ജില്ലകളിൽ ചില കാറ്റഗറിയിലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പ് ആലപ്പുഴ ജില്ലയിൽ ഞാൻ മുമ്പ് വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ ആദ്യമായി സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ പരിഗണിക്കുന്നത്. ആദ്യം ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 263 പേര്, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 245 പേര്, ടോട്ടൽ 508 പേര്. നമുക്കറിയാം മുൻ ലിസ്റ്റിൽ അതിൽ 707 പേരുണ്ടായിരുന്നു, 199 പേരുടെ കുറവുണ്ട്. അത് ഞാൻ മുൻപ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ ഓരോ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ജനറൽ 43 പേര്, EWS 39 പേരുണ്ട്. അത് എത്ര ശതമാനം ഞാൻ പറയുന്നുണ്ട്. ശതമാനം പറയുന്നത് മെയിൻ ലിസ്റ്റിൻ്റെ എണ്ണം വെച്ചിട്ടാണ്. മെയിൻ ലിസ്റ്റാണല്ലോ നമ്മുടെ മെയിൻ ലിസ്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് തന്നെ തീർന്നു, നിയമനം തീർന്നു. മെയിൻ ലിസ്റ്റിലെ നിയമനം അവസാനിച്ചാൽ ലിസ്റ്റ് അവസാനിപ്പിച്ചു, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര സാധ്യതയുണ്ട്, എത്ര പെർസെൻറ്റേജ് സംവരണം, എത്ര പെർസെൻറ്റേജ് നമുക്കറിയാം. EWS 10% അപ്പോൾ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എത്ര കുറവ് വരും നമുക്ക് അറിയാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഒരു ശതമാനം കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. EWS 39 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, അത് 14.8% വരും മെയിൻ ലിസ്റ്റിൻ്റെ. സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 26 പേര്, ഈഴവ 89 പേരുണ്ട്, മെയിൻ ലിസ്റ്റിൻ്റെ 33.8% ഉണ്ട്. 56 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. SC 5 പേരുണ്ട്, മെയിൻ ലിസ്റ്റിൽ 1.9% ഉണ്ട്. 35 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിലുണ്ട്. ST ആരുമില്ല, 8 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. മുസ്ലിം 43 പേരുണ്ട്, അത് മെയിൻ ലിസ്റ്റിൻ്റെ 16.3% വരും. 52 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. OBC 8 പേരുണ്ട്, 3% വരും. 13 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. വിശ്വകർമ്മ 5 പേരുണ്ട്, 1.9%. 12 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. LCO റാങ്കുൾ ഇന്ത്യൻ 17 പേരുണ്ട്, 6.5% വരും. 26 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. SIC നാടാർ 3 പേരുണ്ട്, 1.1%. 5 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. ഹിന്ദു നാടാർ അതുപോലെ 3 പേര്, 1.1%. ഒരു ആൾ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. SCCC ആരുമില്ല മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 5 പേര്. ധീവര 8 പേരുണ്ട്, 3% വരും. 4 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിൽ. ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ 4 പേര്. LDO-CP അതുപോലെ LV, MD കാറ്റഗറിയിൽ 3 പേര്, HI ഒരാൾ. അങ്ങനെ 263 പേര് മെയിൻ ലിസ്റ്റിലും 245 പേര് സപ്ലിമെൻ്റ് ലിസ്റ്റിലും. കഴിഞ്ഞ ലിസ്റ്റിലെ അഡ്വൈസ് നില നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 239 പേരാണ്. 239 അഡ്വൈസാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ലിസ്റ്റ് കാറ്റഗറി വൈസ് ഞാൻ പറയുന്നില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ 208 വരെ, ഈഴവ 223 വരെ. ഇത് നിങ്ങളുടെ കാറ്റഗറി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എത്ര പേര് വന്നിട്ടുണ്ടെന്നുള്ളത്.
ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഡിഫറൻലി ഏബിൾഡ് കാറ്റഗറിയിൽ HIയിൽ 3 ആൾ, LDOCP 2 ആൾ, LV 2 പേര്, ഇത്രയും അവിടെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കായിരിക്കും നമ്മുടെ ഇനി പുതിയ അപ്ഡേറ്റ്സിന് ആദ്യത്തെ നിയമനം വരെ ഡിഫറൻലി ഏബിൾഡ് കാറ്റഗറിയിലായിരിക്കും. NJD ഒന്നും കാണുന്നില്ല. അതിൻ്റെ മുൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ് 443 പേരാണ്. അത് നിങ്ങൾ നോക്കുക. ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ശ്രദ്ധിക്കുക. ഓപ്പൺ കാറ്റഗറി 366 പേര്, ഈഴവ 377, ബാക്കിയുള്ള ലിസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത്രയാണ് വന്നിരിക്കുന്നത്. 433 കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞ ലിസ്റ്റിൽ 239 പേരാണ് അഡ്വൈസ് ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ആരംഭിച്ചത് നമുക്കറിയാം 30/5/2022 നമ്മളിതുപോലെ 30 അവസാനിച്ചത് 35, തുടങ്ങിയത് 31/5/2022 തുടങ്ങി 25 അവസാനിച്ചല്ലോ. അതേപോലെ തന്നെ നമ്മളിത് 31/5/2022 തുടങ്ങി. പക്ഷേ അതിൻ്റെ ഒരു വർഷം മുമ്പ് ലിസ്റ്റ് അവസാനിച്ചതാണ്. ആൾ തീർന്ന് അവസാനിച്ചത് 28/12/2021 അവസാനിച്ചതാണ്. എന്നിട്ടാണ് ഈ 239 എത്തിയെന്നുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ആലപ്പുഴ ലിസ്റ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ അതിലുള്ള NCA ആണ് 26 എണ്ണം ഉണ്ട്. 26 NCA ഉണ്ട്. 26 NCA ഉള്ള STക്ക് കിട്ടാനുള്ളതാണ് SCയിൽ നിന്ന്. അപ്പോൾ SC കാറ്റഗറിയാണ് ഇതിൽ ആലപ്പുഴ ജില്ലയിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. SC കാറ്റഗറിക്കാണ് NCAയിൽ കുറവ് വരുന്നത്. അത് എങ്ങനെയാണ് അതിൽ കുറവ് വരുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ പറയാം. പിന്നുള്ളത് TPO ആണ്. ടെമ്പററി പാസ്ഡ് അവറിൽ ST ഉണ്ട്, മുസ്ലിം ഉണ്ട്, SCCC ഉണ്ട്. ഇങ്ങനെ 3 TPOയും ആലപ്പുഴ ലിസ്റ്റിൽ കാണാനുണ്ട്. ഓക്കെ, ആലപ്പുഴ ലിസ്റ്റിലെ നിയമന നില, കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന നില ആദ്യ വർഷം 80 പേരെയും, രണ്ടാമത്തെ വർഷം 95 പേരെയും, മൂന്നാമത്തെ വർഷം 64 പേരെയാണ് നിയമിച്ചത്. 80, 95, 64. രണ്ടാമത്തെ വർഷമാണ് കുറവ് വന്നെങ്കിലും ആലപ്പുഴ ജില്ലയിൽ മൂന്നാമത്തെ വർഷമാണ് കുറവ് വന്നത്. ഒരു നിയമന നില കുറവ്. അത് ഈ വർഷം ചിലപ്പോൾ കൂടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏതാണ്ട് മനസ്സിലാക്കുന്നത് 80 ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 240 അഡ്വൈസ് മിനിമം ആലപ്പുഴ ജില്ലയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. 240 അഡ്വൈസ് വെച്ച് പോകാനുള്ള സാധ്യത ആലപ്പുഴ ജില്ലയിൽ എന്തായാലും കാണുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. കുറവൊന്നും വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ കുറച്ച് ഡിവിഷൻ ഫണ്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് തുടക്കത്തിലുണ്ടാവും. പിന്നീട് അങ്ങോട്ട് റിട്ടയർമെൻറ്റ് വേക്കൻസി വരുമ്പോൾ, അതുപോലെ മറ്റ് പ്രൊമോഷൻസ് വരുമ്പോൾ, പ്രൊമോഷൻസ് കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ, ഗവൺമെൻറ് ആ ഒരു തീരുമാനം എടുത്ത് നടക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഇത്തരം പ്രശ്നങ്ങളേ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ റൊട്ടേഷൻ അവസാനിച്ചിരിക്കുന്നത് 49 ഓപ്പൺ കോമ്പറ്റീഷനിലാണ്. അതിൽ തന്നെ TPO ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ST, മുസ്ലിം, SCCC TPO ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ ST 44ാമത്തെട്ടാണ്. നമുക്കറിയാം മുസ്ലിം 46, SCCC 48. ഇപ്പം തുടങ്ങാൻ പോകുന്നത് 49 അവസാനിച്ചു. ഇനി 50ലാണ് തുടങ്ങാൻ പോകുന്നത്. 50 ആദ്യം ഫസ്റ്റ് അഡ്വൈസ് വരുന്നത് ഡിഫറൻറ്റ് ഏബിൾഡ് കാറ്റഗറി ആയിരിക്കും. പിന്നെ TPO ആയിരിക്കും. NJD ഇല്ലാത്തതുകൊണ്ട് NJD വരുന്നില്ല. പിന്നെ വരാൻ പോകുന്നതാണ് 50 വരാൻ പോകുന്നത് ധീവര കാറ്റഗറി. ധീവര 3ാം റാങ്ക് ആരുണ്ട്. അതുകൊണ്ട് ധീവര അത് കയറും. പിന്നീടുള്ള ധീവര അടുത്ത ഇതും കൂടി കഴിയണം. അതുകൊണ്ട് ധീവര കാറ്റഗറിയിലുള്ള 39, 50 3ാം റാങ്ക് കഴിഞ്ഞാൽ പിന്നെ 39, 50, 68, 108, 129, 193 ഒക്കെ റാങ്കുള്ളവരാണ് വരാനുള്ളത്. അതുകൊണ്ട് 39ഉം 50ഉം ഒക്കെ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും കയറിപ്പോവുക. അതിൻ്റെ സമ്മാനത്തിന് ആനുകൂല്യം കിട്ടില്ല. കാരണം പിന്നെ അടുത്ത 100 കഴിയണമല്ലോ, 1% വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 50ൻ്റെ റൊട്ടേഷൻ ആദ്യത്തെ ആൾ ഓപ്പൺ കോമ്പറ്റീഷൻ കയറിയിരുന്നെങ്കിൽ ആ ആനുകൂല്യം 39ാം റാങ്കുകാരനെ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന്. പക്ഷേ ആദ്യത്തെ റാങ്ക് 3ാം റാങ്ക് ആയതുകൊണ്ട് അത് ധീവര 50th റൊട്ടേഷനും ആയതുകൊണ്ട് ആദ്യം അദ്ദേഹം കയറിപ്പോകാനാണ് ചാൻസ്. അങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ റൊട്ടേഷൻ തയ്യാറാക്കിയപ്പോൾ മനസ്സിലാവുന്നത്. കൂടുതലായിട്ട് സംസാരിക്കുന്നത് SCയുടെ കാറ്റഗറിയുടെ കാര്യങ്ങളാണ്. SCയിലാണ് NCA ഉള്ളത്. 26 NCA ഉള്ളത്. SCയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു TPOയിൽ ഒരു ST ഉണ്ട് 44. അത് SCക്ക് നേട്ടമാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ആൾ അങ്ങ് ST അങ്ങ് കയറി പോകും. ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആകെ ഉള്ളത് 8 പേരാണ്. മെയിൻ ലിസ്റ്റിൽ ആളില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേരുണ്ട്. 8 പേര് 26 NCA ഉണ്ടെങ്കിൽ പോലും 8 പേരെ STയിലുള്ളൂ എന്നുള്ളത് SC കാറ്റഗറിക്ക് ഒരു ആശ്വാസമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ STയുടെ ആദ്യത്തെ 1 TPOയിൽ പോയി, ഒരാൾ പോയി. ഇനി ബാക്കി 7 പേരുണ്ട്. 7 ടേണും SCയുടെ ടേൺ STക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ SCയുടെ നിയമനങ്ങൾ ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യത്തെ നിയമനങ്ങളെല്ലാം ആദ്യത്തെ 7 ടേണും 8 ടേൺ ഉണ്ട്. 8 ടേണിൽ ആദ്യത്തെ 1 TPOയിൽ പോയി, ഒരാൾ പോയി. പിന്നെയുള്ള 7 ആളേ ഉള്ളൂ. 7 ടേണും 7 ടേണിൽ റാങ്ക് നോക്കുമ്പോൾ അവർ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോവില്ല. അതുകൊണ്ട് തന്നെ അവർ 7 പേരും പോകും. SCയുടെ റാങ്കുകൾ നോക്കിയപ്പോഴും അത് തന്നെ ഓപ്പൺ കോമ്പറ്റീഷനിൽ പോകാനുള്ള സാധ്യത ആദ്യമുള്ള 124 റാങ്കിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് 124, 126, 131, 184, 184 ഒക്കെയാണ് ഉള്ള കാണുന്നത്. റൊട്ടേഷൻ വെക്കുമ്പോൾ SCയുടെ റൊട്ടേഷൻ നോക്കുന്നത് SC ടേൺ 52, 64, 72, 50 ശേഷമുള്ളത്.
52, 64, 72, 84, 92 ST ആണ് 4, 12 ഇത്രയും ടേണുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, STയുടെ ആൾക്കാരെടുക്കും. പിന്നീട് അങ്ങോട്ട് SCയുടെ ആൾക്കാർ കയറി പോവുകയാണ് ചെയ്യുക. അതുകൊണ്ട് SCയുടെ ആൾക്കാർക്ക് ഞാൻ കണക്കാക്കി വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് നിയമനം ഒരു 240 അഡ്വൈസ് വരികയാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ, മാക്സിമം 13 വരെ. അത് TPOയിലൊക്കെ കുറയുകയാണെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാമെന്നല്ലാതെ, NJD വരികയാണെങ്കിൽ ചില മാറ്റങ്ങൾ വരാമെന്നല്ലാതെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ മാക്സിമം ആലപ്പുഴ ജില്ലയിൽ 240 അഡ്വൈസ് വരെ കണക്കാക്കുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ST എടുക്കുക, MCA കൊടുക്കാനുണ്ട്. ഈ വക കാരണങ്ങൾ കൊണ്ടാണ് അത് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ST ടേണിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലായിട്ട് നിങ്ങളോട് പറയാം. ഇനി അടുത്ത കാറ്റഗറി നോക്കാനുള്ളത് ST കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ EWS ആണ്. EWSൻ്റെ കാര്യം, EWS എത്ര ശതമാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. EWS 14% ഉണ്ട്, 10% സംവരണം വരുന്നുള്ളൂ. 14.8, 15% തന്നെ പേരുണ്ട്, 39 പേരുണ്ട് ലിസ്റ്റുണ്ട്. 39 പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധാരണ സംവരണത്തിന് പുറത്തുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ കാറ്റഗറിക്ക് തൊട്ട് മുകളിലായിരിക്കും. ഞാൻ റാങ്ക് ലിസ്റ്റിലെ റാങ്കുകളുടെ നോക്കിയപ്പോൾ, ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ റാങ്ക് 9, 16, 17, 27, 31, 33, 44, 55, 61, 73, 74, 75 ഇങ്ങനെ റാങ്കുകൾ കൂടി 78, 84, 95 ഇങ്ങനെ പോകുന്നുണ്ട്. റൊട്ടേഷൻ തയ്യാറാക്കുമ്പോൾ ഓരോ 10ലും ഒരാളോ അല്ലെങ്കിൽ 2 ആളോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ബെനിഫിറ്റ് ആലപ്പുഴ ജില്ലയിൽ EWSന് കിട്ടാൻ സാധ്യതയില്ല. വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ്റെ തൊട്ട് മുകളിലായിട്ട് വരും എന്ന് ഉള്ളൂ EWSൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ എവിടെ വരുന്നത് അതിന് തൊട്ട് മുകളിലായിരിക്കും നിങ്ങളുടെ റാങ്ക് വരിക. മനസ്സിലായല്ലോ. ഇനി ഈഴവ, ബില്ലവ, തീയ, EBT കാറ്റഗറിയിലും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. നല്ല പേരുണ്ട്, 39 അല്ല 34% വരുന്നുണ്ട്. 89 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. സപ്ലിമെൻ്ററി ലിസ്റ്റ് ഞാൻ കണക്കാക്കുന്നില്ല, കാരണം മെയിൻ ലിസ്റ്റ് വെച്ചിട്ടാണല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ സപ്ലിയിലേക്ക് പോകേണ്ടതുള്ളൂ. അതും ഈഴവ റാങ്കുകൾ നോക്കിയപ്പോഴും 8, 11, 14, 19, 21, 22, 23, 25 എല്ലാവരും കുറേ പേരുണ്ട്. 28, 29, 32, 34, 35, 36, 37, 38 പിന്നെ ഇടയ്ക്കൊക്കെ ചില നേട്ടം വരുന്നുണ്ട്. 40, 43, 48 പിന്നെ 58 60, 65, 66, 67, 70 ഓരോ അടുത്തടുത്ത റാങ്കുകളിലും ഈഴവ കാറ്റഗറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷനാണ് എനിക്ക് ഈഴവയുടെ എണ്ണം വരുന്നത്. ഇത്രയും എണ്ണം വരുന്നതുകൊണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈഴവയുടെ കാറ്റഗറിയും എണ്ണം വരുന്നത് എന്ന് പറയാം. മറ്റ് കാറ്റഗറിയിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഇത്രയും കാറ്റഗറിക്കാരാണ് കൂടുതലായിട്ട് ആവശ്യപ്പെട്ടത്. ഇനി ഏതെങ്കിലും കാറ്റഗറി ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഞാൻ മുമ്പ് ആലപ്പുഴയുടെ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതൽ റാങ്ക് സാധ്യതകൾ പറഞ്ഞിരുന്നു. അതിൽ SCD, NJD, NCA കാര്യങ്ങളൊക്കെ പലരും ഡൗട്ട് ചോദിച്ചു. ഇനി ഏതെങ്കിലും കാറ്റഗറി ആവശ്യമുണ്ടെങ്കിൽ പറയാം. അത് വരും ഘട്ടങ്ങളിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.